ഇത് വള്ളുവനാടിന്റെ സ്ഥിരാകേന്ദ്രമായ വാടാനാംകുറിശ്ശിയിലെ പ്രകൃതി രമണീയവും നന്മകളാൽ സമൃദ്ധവുമായ പൊയിലൂർ എന്ന ഗ്രാമം. ഇന്ന് 2014 ഫെബ്രുവരി 2. ആരബി കലാസമിതി 40ാം വാർഷികവും ഗ്രന്ഥശാലയുടെ 21ാം വാർഷികവും. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി വൈകാരികമായ ഒരു വാർഷിക ദിനം. ഒരു ഗ്രാമത്തിൻ്റെ പ്രകാശമായ ഒരു പ്രസ്ഥാനം തങ്ങളുടെ വിയർപ്പും ജീവനും ജീവിതവും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളെ നാളിതുവരെയും ആ പ്രകാശത്തെ തങ്ങളുടെ ഹൃദയത്തേക്ക് ചേർത്തുപിടിച്ച് സ്നേഹിച്ചും ശാസിച്ചും പുതുതലമുറയിലേക്ക് ഈയൊരു വികാരം പകർന്നു നൽകിയ ഗുരുതുല്യരായ ജ്യേഷ്ഠതുല്യരായ മുൻകാല പ്രവർത്തകരെ ആദരിച്ചുകൊണ്ട് പുതിയ കാല പ്രവർത്തകരോട് ഈ സ്നേഹത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും കഥകൾ പകർന്നു നൽകിക്കൊണ്ട് പുതിയ പ്രവർത്തകരുടെ കലാസമിതിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലൂടെ കേരളത്തിലെ കലാസമിതി പ്രസ്ഥാനങ്ങളുടെ സുവർണ കാലഘട്ടമായ 70കളുടെ മധ്യത്തിൽ ഒരു സായാഹ്നത്തിൽ ഗ്രാമത്തിലെ ഒരു പറ്റം ചെറുപ്പക്കാർ ശിവരാത്രി ദിവസം കലാപരിപാടികൾ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകി. ശ്രീ PK ഗോവിന്ദൻ, PK കൃഷ്ണൻ, CP രാമൻ, V രാമകൃഷ്ണൻ, V പുരുഷോത്തമൻ, V ഉണ്ണികൃഷ്ണൻ, SP രാമനുണ്ണി, V രാമചന്ദ്രൻ, V സുധാകരൻ, T രാമൻകുട്ടി, ദേവൻ തുടങ്ങിയവർ ചേർന്ന് രൂപം നൽകി. സ്ത്രീകൾ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാൻ മടി കാണിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ വാഴയിൽ ജയന്തി, വാഴക്കോട്ടിൽ വത്സലകുമാരി, വാഴയിൽ ദേവകി, വാടാന്തൊടി രാധ, പാലുത്തൊടി കാർത്യായനി തുടങ്ങിയവർ മാതൃകാപരമായി കലാസമിതിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി. വാഴയിൽ ലക്ഷ്മി, കൃഷ്ണൻ വൈദ്യർ എന്നിവരുടെ വീടുകളിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. തങ്ങളുടെ വിയർപ്പും ജീവിതവും സമർപ്പിച്ചാണ് അവർ അതിനെ നട്ടുവളർത്തിയത്. അത് ആ നാടിൻ്റെ ചൈതന്യമായി മാറി. റോഡ് നിർമ്മാണം, വൈദ്യുതി എത്തിക്കൽ, സൗജന്യ ട്യൂഷൻ ക്ലാസുകൾ മുതലായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറി. പേര് ആരബി കലാസമിതി എന്നാക്കി. കഴിഞ്ഞ 40 വർഷത്തെ കലാസമിതിയുടെ ചരിത്രം ഈ ഗ്രാമത്തിൻ്റെ കൂടി ചരിത്രമാവുന്നത് ഈ നിലയ്ക്കാണ്. നാടകങ്ങളെയും കലയെയും നൃത്തങ്ങളെയും ഒരു സംസ്കാരമായി കണക്കാക്കിയിരുന്ന ഗ്രാമത്തിന് ഒരു കുളിരായിരുന്നു കലാസമിതിയുടെ ആദ്യ ദശകകാലം. സായാഹ്നത്തിലെ അവരുടെ ഒത്തുചേരൽ നാടക പരിശീലനവും നൃത്ത പരിശീലനവുമായി സജീവമായി. കൊയ്തൊഴിഞ്ഞ പാടത്ത് കെട്ടിയുയർത്തിയ വേദികളിൽ നാടകങ്ങളും നൃത്തങ്ങളും അരങ്ങു നിറച്ചു. വൈദ്യുതിയില്ലാതിരുന്ന നാട്ടിൽ പെട്രോമാക്സിൻ്റെ അരണ്ട വെളിച്ചം അവർക്ക് ധാരാളമായിരുന്നു. കലാപ്രവർത്തനത്തോടൊപ്പം കൂട്ടായ്മയായി ശ്രമദാനമായി നാട്ടുവഴികളെ അവർ റോഡുകളാക്കി മാറ്റി. 1988 സ്വന്തമായി വാങ്ങിയ 2 സെന്റ് ഭൂമിയിൽ ഒരു ആസ്ഥാന മന്ദിരം 1990 ഏപ്രിൽ 14 വിഷുദിനത്തിൽ ഭരത് ബാൽക്കെ നായർ ഉദ്ഘാടനം ചെയ്തു. 91 വായനശാല, 93 ഗ്രന്ഥശാല, 2000 അതിന് അംഗീകാരം ലഭിച്ചു. 1999 രജത ജൂബിലി ആഘോഷിക്കുകയും ചുറ്റുമതിൽ നിർമ്മാണവും നടന്നു. 2006 കലാസമിതിയിലെ ഏറ്റവും സജീവമായ ബാലവേദി ആരംഭിക്കുന്നത്. വളർന്നുവരുന്ന തലമുറയെ ലക്ഷ്യബോധമുള്ളവരാക്കി മാറ്റുന്നതിനും കുട്ടികളിലെ സർഗവാസനയെ ഉണർത്താനും വളർത്താനും ബാലവേദി പ്രവർത്തനങ്ങൾ സഹായകമാകുന്നു. ചിത്രരചന, സാഹിത്യശില്പശാലകൾ, പഠന വിനോദയാത്രകൾ, പുസ്തക പരിചയം, ബാലവേദി വാർഷികം എന്നിങ്ങനെ സജീവ പ്രവർത്തനങ്ങളിലൂടെ ബാലവേദി വളരുന്നു. സ്ത്രീ ശാക്തീകരണവും വനിതകളുടെ ഉന്നമനവും ലക്ഷ്യമാക്കി ആരബി വനിതാവേദി ആരംഭിച്ചു. ഗ്രന്ഥശാലയ്ക്ക് പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യമുയർന്നപ്പോൾ തങ്ങളാലാവുന്ന തുക വീണ്ടും സ്വരൂപിച്ച് രാജാ റാം മോഹൻ റായ് ഫൗണ്ടേഷന്റെ 4 ലക്ഷം രൂപ ധനസഹായത്തോടെ 6 സെന്റ് സ്ഥലം വാങ്ങി 1200 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിച്ചു. 2009 മെയ് മാസത്തിൽ ബഹുമാന്യനായ മുൻ സ്പീക്കർ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 3 ലക്ഷം രൂപ വിലയുള്ള 6000-ലധികം പുസ്തകങ്ങൾ, 2 കമ്പ്യൂട്ടർ, മേശ, കസേര, മൈക്ക്, വിശാലമായ ഹാൾ എന്നീ സൗകര്യങ്ങൾ. രക്തദാന സേന, വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായം, SSLC+2 വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, വ്യക്തിത്വ വികസന ക്ലാസ്, ജവാന്മാരെ ആദരിക്കൽ തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ. ഇനിയും ധാരാളം അക്കമിട്ട് പറയാനാവും. ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളും. കലാസമിതിയെ ഇന്ന് ഈ നിലയിലാക്കാൻ സഹായിച്ച
മൺമറഞ്ഞുപോയ പലരെയും ഞങ്ങൾക്ക് ഓർക്കാതെ വയ്യ. അവരുടെ സ്മരണയിൽ നിന്നുകൊണ്ട് കലാസമിതി തുടങ്ങിയ കാലം മുതൽ അതിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഇന്നും സജീവമായവർ, അന്നന്നത്തെ അത്താഴത്തിനു വേണ്ടി അന്യദേശത്തേക്ക് കൂടുമാറിയവർ, അവരിൽ നിന്നും പല പഴങ്കഥകളും കേൾക്കണം. അവരെ പുതിയ തലമുറയിലെ പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തണം. പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾ എന്തെല്ലാമാണെന്ന് കേൾക്കണം. കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കലാസമിതി വളരുന്നതിനെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പ്രത്യാശകൾ, അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ, ആ സ്വപ്നങ്ങളിലൂടെ ഒരു യാത്ര.